അവിടെ നമ്മള് കിടക്കുമ്പോ അവള് വെറുതെ സ്റ്റോറി അനുമോൾ കണ്ടു എന്നാണ് പറയുന്നത്. അനുമോൾ എന്ത് കണ്ടു പറയൂ, എന്ത് കണ്ടു? പതിപ്പിന്റെ അടിയിൽ എങ്ങനെ എന്താ കണ്ടത് നിങ്ങൾ? എനിക്ക് കിടക്കുന്ന ഭാഗത്ത് നന്നായിട്ട് കാണാൻ. എന്ത് കാണും? നിങ്ങൾ ഇതുവരെ പറഞ്ഞില്ലല്ലോ, എന്ത് കണ്ടു എന്ന് പറയോ? അവർ തമ്മില് ഫേസ് കൊണ്ട് അവർ കിസ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു ലാലേട്ടാ. ഞങ്ങളാരും കണ്ടില്ലല്ലോ, നിങ്ങൾ മാത്രമേ കാണുന്നത്. ഞാനേ കണ്ടുള്ളൂ. ഞങ്ങളാരും കണ്ടില്ലല്ലോ, ഞങ്ങളിത് മുഴുവൻ പരിശോധിച്ചല്ലോ ക്യാമറയിലൂടെ. അതുകൊണ്ടാണ് അപ്പൊ ഞങ്ങള് കള്ളം പറയാണോ? എനിക്ക് അതറിയില്ല ലാലേട്ട, ഞാൻ കണ്ടതാണ് പറയുന്നത്. ഏതാണ്ട് 5-6 മണിക്കൂർ ഞങ്ങൾ ഇത് മുഴുവൻ ഇവിടെ ഇരുന്ന് ആൾക്കാർ കണ്ടു. ഇത് 100-300 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഇത് നിങ്ങളെ ഒരു ശ്വാസം വിട്ടാൽ പോലും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം അനുമോൾ എങ്ങനെയാണ് കാണുന്നത്? അത് എനിക്കറിയില്ലെന്ന് അങ്ങനെ പറഞ്ഞാൽ അതാണ് ആൻസർ. അതെങ്ങനെ അറിയില്ലെന്ന് പറയുന്ന തോന്നിയ ദിവസം പറഞ്ഞിട്ട് ഞാൻ കണ്ട കാര്യം പറയുന്നേ. അനുമോൾ കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യം നിങ്ങൾ മാത്രം കണ്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ലാലേട്ടാ, എനിക്ക് കിടക്കുന്നത് എന്റെ ബെഡിന്റെ അവിടെ എനിക്ക് കിടക്കുമ്പോൾ നന്നായിട്ട് കാണാൻ പറ്റും. നമുക്കിത് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കേണ്ട കാര്യമാണ്. അനുമോൾ കണ്ടു എന്ന് പറയുന്നു, ഞങ്ങൾ ആരും കാണാത്തൊരു കാര്യമാണ്. ഇതെന്താണിത്? എന്താണ് ലാലേട്ട, ഞാനൊന്നും ഇവിടെ പ്രശ്നം ഉണ്ടാക്കി പറഞ്ഞത് അസംഷൻ ബേസ് ചെയ്തിട്ട് നമുക്കൊന്നും തെളിവില്ലാണ്ട് വെറുതെ കണ്ടു എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അടുത്തെന്ന് പറഞ്ഞാല് തീരെ ഇത് കഴിഞ്ഞ് രാത്രി അനുമോൾ എൻ്റെ അടുത്ത് ഒറ്റക്ക് സംസാരിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ അനുമോൾ പറയുന്നത് ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്നതല്ലേ. അനുമോളുടെ ഒരു ടാക്ടിക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് എങ്ങനെയെങ്കിലും ജിസേലിനെയും ആര്യനെയും ഇതേപോലെ ഫസ്റ്റ് ഓഫ് ഓൾ ഒളിഞ്ഞു നോക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ ഇതുപോലെ തന്നെ ഈ ഷോയിൽ ഒരാളെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പേർപ്പസ് ആണ്. ഇവിടെ ഒരു ലെസ്ബിയൻ കപ്പിൾ ഉണ്ട്, ഒരു സെക്ഷുവാലിറ്റി റിവീൽ അനുമോളിന്റെ എല്ലാത്തിന്റെ കാഴ്ചപ്പാടിൽ എപ്പോഴും ഈ കുടുംബ പ്രേക്ഷകർ കാണുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ കുട്ടി വന്നപ്പോ മുതല് അയാളുടെ നോട്ടം ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല, ഇങ്ങനെയൊക്കെ കുടുംബ പ്രേക്ഷകർ കാണുന്നതല്ലേ? നിങ്ങൾ അങ്ങനെ പറയുമ്പോ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടാവുന്നതാണോ നിങ്ങളുടെ വിചാരം? ശൈത്യ, നിങ്ങൾ വലിയ അടുത്ത സുഹൃത്തല്ലേ അനുമോളുടെ? അതായിക്കോട്ടെ, ആയിരുന്നല്ലോ. നിങ്ങൾ ആളല്ലേ, നിങ്ങൾ കണ്ടോ? ലാലേട്ട, ഞാൻ കണ്ടിട്ടില്ല. 2-3 ദിവസത്തിന് മുമ്പ് ഇവളെ ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പൊ ഇവളെന്നെ വിളിച്ചിട്ട് കാണിച്ചു, അങ്ങോട്ട് നോക്ക്, അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അടുത്തിരുന്ന് സംസാരിക്കുന്നത് പറഞ്ഞു. അപ്പൊ ഞാൻ എണീറ്റ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, നിനക്ക് വേറെ പണിയില്ലേ പറഞ്ഞിട്ട് ഞാൻ നേരെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ ബെഡ് മാറിയ ദിവസമാണ് ഇത് സംഭവിച്ചതെന്നാ പറഞ്ഞത്. അതേപോലെ തന്നെ ലാലേട്ട, ഞാൻ അന്ന് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് സംസാരിച്ചു. കാരണം എന്റെ കണ്ണിൽ കാണാത്ത കാര്യം ഞാൻ പറയത്തില്ല. ഇത്രയും വലിയ ഷോയിൽ ഇങ്ങനൊരു കാര്യം കാണിക്കത്തില്ലെന്ന് എന്തായാലും ഉറപ്പാണ്. ഇതൊരാനയല്ല, അല്ല. ഇത് തേങ്ങയല്ല, അല്ല. ഇത് ഒലക്കയുമല്ല, അല്ല. നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോ? എനിക്ക് ഭ്രാന്തില്ലെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും സ്വയം തെളിയിക്കാനുമാണ് ഇത്രയും പറഞ്ഞത്. ഏതൊക്കെയാണെന്നും ആരൊക്കെയാണെന്നും ഉള്ള വ്യക്തവും വടിവൊത്തതുമായ ബോധം എനിക്കുണ്ട്.